നമസ്കാരം, എല്ലാവർക്കും വിദ്യാസാഗറിൻ്റെ ഓൺലൈൻ ക്ലാസ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് +1 ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന ചാപ്റ്ററായിട്ടുള്ള ഡിസാസ്റ്റർ ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ബാക്കി ഭാഗമാണ്. അതിൽ ഇന്ത്യയിൽ നടക്കുന്ന ദുരന്തങ്ങളെയും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളെയും കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം നമുക്ക് ആ പാഠഭാഗത്തിൻ്റെ ബാക്കി ഭാഗത്തിലേക്ക് കടക്കാം. ദ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ഇമ്പാക്ട്സ് ഓഫ് ഡിസാസ്റ്റേഴ്സ്. ഈ ഡിസാസ്റ്ററുകളുടെ, ഈ ദുരന്തങ്ങളുടെ നേരിട്ടും അല്ലാതെയും ഉള്ള പരിണിത ഫലങ്ങൾ, ഐദർ നാച്ചുറൽ ഓർ ഇൻഡസ്ട്രിയൽ, ഏത് ദുരന്തങ്ങളായാലും, മനുഷ്യനിർമ്മിത ദുരന്തങ്ങളായാലും, പ്രകൃതി ദുരന്തങ്ങളായാലും, ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള വ്യാവസായിക ദുരന്തങ്ങളായാലും, അല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള, അതായത് പ്രകൃതി ദുരന്തങ്ങളായാലും, ആർ ഓൾവേസ് ഡാമേജ്, ഡിസ്ട്രക്ഷൻ ആൻഡ് ഡെത്ത്. എല്ലായ്പ്പോഴും അതിൻ്റെ പരിണിത ഫലങ്ങളെന്ന് പറയുന്നത് ഡാമേജ്, തകർച്ചയും, ഡിസ്ട്രക്ഷൻ, കൊടും തകർച്ചയും, ആൻഡ് ഡെത്ത്, മരണവും ഒക്കെയാണ്. അതായത് ജീവഹാനിയും നാശനഷ്ടങ്ങളും തന്നെയാണ് നാച്ചുറലായാലും ഇൻഡസ്ട്രിയലായാലുമുള്ള ദുരന്തങ്ങളുടെ പരിണിത ഫലങ്ങളായിട്ട് എന്ത് ചെയ്യുന്നത് വരുന്നത്. വെൻ ഡിസാസ്റ്റർ സ്ട്രൈക്സ്, ഈ ഡിസാസ്റ്റർ അല്ലെങ്കിൽ ദുരന്തങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ദ ലൈഫ് ലൈൻ സപ്പോർട്ട് സിസ്റ്റംസ്, നെയിംലി കമ്മ്യൂണിക്കേഷൻ, പവർ സപ്ലൈ, വാട്ടർ സപ്ലൈ, ഡ്രെയിനേജ് എറ്റ്സെട്ര ആർ ഡാമേജ്ഡ്. എത്രയും വേഗം ഡാമേജായി പോകുന്ന ചില സംവിധാനങ്ങളുണ്ട്. അതൊക്കെയാണ് കമ്മ്യൂണിക്കേഷൻ, വാർത്താവിനിമയ സംവിധാനം, പവർ സപ്ലൈ, കറണ്ടിൻ്റെ സംവിധാനം, വാട്ടർ സപ്ലൈ, ജലലഭ്യതയ്ക്കുള്ള സംവിധാനം, ഡ്രെയിനേജ്, അഴുക്കുചാൽ സംവിധാനം തുടങ്ങിയ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള ചില സംവിധാനങ്ങളുണ്ട്, ചില സൗകര്യങ്ങളുണ്ട്. ഇതെല്ലാമാണ് ആദ്യമായിട്ട് തന്നെ എന്ത് ചെയ്തു പോകുന്നത്, ഒരു ദുരന്തമുണ്ടാകുന്ന സമയത്ത് നശിച്ചു പോകുന്നത്. മോറോവർ, കൂടാതെ തന്നെ ഹെൽത്ത് കെയർ ആൻഡ് ഹോസ്പിറ്റൽസ് ആർ ഓൾസോ പുട്ട് അണ്ടർ സിവിയർ സ്ട്രെസ്. ഹെൽത്ത് കെയർ, ശുചിത്വ സംവിധാനം, അതായത് നമ്മുടെ ആരോഗ്യ സംവിധാനം, ഹെൽത്ത് കെയറും ആൻഡ് ഹോസ്പിറ്റൽസ്, ആശുപത്രികളും എല്ലാം എന്ത് ചെയ്യും, ആർ ഓൾസോ പുട്ട് അണ്ടർ സിവിയർ സ്ട്രെസ്, വലിയ സമ്മർദ്ദത്തിൻ്റെ കീഴിലായിട്ട് എന്ത് ചെയ്യും, മാറും. കൊമേഴ്ഷ്യൽ ആൻഡ് ഇക്കണോമിക് ആക്ടിവിറ്റീസ് ആർ ഓൾസോ ബാഡ്ലി എഫക്റ്റഡ്. കൊമേഴ്ഷ്യൽ ആൻഡ് ഇക്കണോമിക്, സാമ്പത്തികമായിട്ടുള്ള പ്രവർത്തനങ്ങളെയും ഇത് ഗുരുതരമായിട്ട് എന്ത് ചെയ്യും, ബാധിക്കും. എന്താണ്, ഡിസ്ട്രക്ഷനും ഡെത്തും, അതായത് നമ്മുടെ ഡിസാസ്റ്റേഴ്സ് കൊണ്ടുണ്ടാകുന്ന ഫലങ്ങൾ ബാധിക്കും. ലൈഫ് ഓൾമോസ്റ്റ് കംസ് ടു എ സ്റ്റാൻഡ് സ്റ്റിൽ. ഏകദേശം ജീവിതം എന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡ് സ്റ്റില്ലായിട്ട്, അതായത് നിശ്ചലമായിട്ടുള്ള ഒരു അവസ്ഥയിൽ വന്ന് എന്ത് ചെയ്യും, നിൽക്കും. ആക്റ്റീവായി ഓടിക്കൊണ്ടിരുന്ന ജീവിതം എന്ന് പറയുന്നത് പെട്ടെന്നൊരു സ്റ്റാൻഡ് സ്റ്റിൽ, അതായത് നിശ്ചലമായിട്ട്, സ്തബ്ധമായിട്ട് എന്ത് ചെയ്യും, വന്ന് നിന്ന് പോകും. The psychological traumas caused by the disasters are sometimes so severe that they span the whole life of the victim. എന്നാൽ മറ്റൊരു തരത്തിൽ ഇതിനെ കാണുകയാണ്, ദ സൈക്കോളജിക്കൽ ട്രോമാസ് കോസ്ഡ് ബൈ ദ ഡിസാസ്റ്റേഴ്സ്. ഈ ഡിസാസ്റ്ററൊക്കെ ഉണ്ടാകുന്ന സമയത്ത്, ഈ ദുരന്തങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇത് അനുഭവിക്കുന്ന ജനങ്ങളുടെ ഉള്ളിൽ സൈക്കോളജിക്കലായിട്ടുള്ള ട്രോമാസ് ഉണ്ടാകും. അതായത് മാനസികമായിട്ടുള്ള പിരിമുറുക്കങ്ങൾ അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള തകർച്ചകൾ ആരുടെ ഉള്ളിലുണ്ടാകും, ഇത് അനുഭവിക്കുന്ന ആൾക്കാരിലുണ്ടാകും. ഈ സൈക്കോളജിക്കലായിട്ടുള്ള ട്രോമാസ് ആർ സംടൈംസ് സോ സിവിയർ, ചില സമയങ്ങളിലാണെങ്കിലും വല്ലാതെ സിവിയർ, വല്ലാതെ ഗൗരവതരമായിട്ട് അവരെ ബാധിക്കാറുണ്ട്. that they span the whole life of the victim. അത് അവരുടെ ജീവിതകാലത്തിലുടനീളം അവരെ വേട്ടയാടിക്കൊണ്ടേയിരിക്കും. അത്തരത്തിലുള്ള ചില സംഭവങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഉണ്ടായിട്ടുണ്ട്. അതായത് ചില ആൾക്കാരിൽ ഈ ദുരന്തങ്ങൾ ഉണ്ടാക്കുന്ന മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളെന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിലുടനീളം എന്ത് ചെയ്തുകൊണ്ടിരിക്കും, വേട്ടയാടിക്കൊണ്ടേയിരിക്കും. ഒരു നിമിഷം പോലും അതെന്ത് ചെയ്യില്ല, നിൽക്കാത്ത തരത്തിൽ അവരെ വേട്ടയാടിക്കൊണ്ടേയിരിക്കും. Therefore, along with other rehabilitation works, അതുകൊണ്ട് തന്നെ മറ്റ് റീഹാബിലിറ്റേഷൻ വർക്ക്സിനോടൊപ്പം, അതായത് മറ്റ് പുനരധിവാസ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനോടൊപ്പം തന്നെ സൈക്കോളജിക്കൽ റീഹാബിലിറ്റേഷൻ ഷുഡ് ഓൾസോ ബി ഗിവൻ ഡ്യൂ ഇമ്പോർട്ടൻസ്. മാനസികമായിട്ടുള്ള പുനരധിവാസത്തിനുള്ള പ്രവർത്തനങ്ങളും കൂടി നടത്തേണ്ടതായിട്ടുണ്ട്. തകർന്നു പോയ കെട്ടിടങ്ങൾ, പൊളിഞ്ഞു പോയ കെട്ടിടങ്ങൾ എന്ത് ചെയ്യുന്നത് പോലെ, തിരിച്ച് നിർമ്മിച്ചു വയ്ക്കുന്നത് പോലെ, പഴയ സിസ്റ്റങ്ങളെല്ലാം പുതുക്കി പണിയുന്നത് പോലെ മനുഷ്യൻ്റെ മനസ്സ്, തകർന്നു പോയ മനസ്സിനെയും കൂടി പുതുക്കി പണിയാനായിട്ടുള്ളൊരു സമ്പ്രദായം ഉണ്ടാകണമെന്നാണ് എന്ത് ചെയ്യുന്നത്, പറയുന്നത്. The impact is almost the same even in the case of man-made disasters like riots. Riots means കലാപം പോലെയുള്ള മനുഷ്യനിർമ്മിതമായ ദുരന്തങ്ങളും ഏറെ വിനാശകാരികൾ തന്നെയാണ്, ഏറെ നാശം വിതയ്ക്കുന്നതാണ്. The most affected are the poor sections of the society who have to work daily to earn their livelihood. ഈ ദുരന്തങ്ങളാൽ ഏറ്റവും കൂടുതൽ കഷ്ടത അനുഭവിക്കുന്ന, അല്ലെങ്കിൽ ഈ ദുരന്തങ്ങൾ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ആരെയാണെന്ന് ചോദിച്ചാൽ ദ പുവർ സെക്ഷൻസ് ഓഫ് ദ സൊസൈറ്റി, സമൂഹത്തിലെ ഏറ്റവും പാവപ്പെട്ടവരെയാണ്. ഹു ഹാവ് ടു വർക്ക് ഡെയിലി ടു earn their livelihood. ദൈനംദിന ജോലികൾ ചെയ്ത് അന്നോടന്നത്തെ വരുമാനം കണ്ടെത്തുന്ന പാവപ്പെട്ടവരായിട്ടുള്ള അഷ്ടിക്ക് വഴിയില്ലാത്ത ആൾക്കാരെയാണ് ഈ ദുരന്തങ്ങൾ ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യുന്നത്, ബാധിക്കുന്നത്. In some natural disasters like cyclones, tsunami and earthquake,
ഇറ്റ് ഈസ് ദ ബിൽഡിംഗ് സ്ട്രക്ചർ വിച്ച് ബിക്കംസ് ദ കോസ് ഓഫ് ഡിസ്ട്രക്ഷൻ ആൻഡ് ഡെത്ത്. ഇനി മറ്റ് ചില ദുരന്തങ്ങൾ, അതായത് ഏതുപോലെ സൈക്ലോൺസ്, ചുഴലിക്കാറ്റ് പോലെയും സുനാമി പോലെയും ആൻഡ് എർത്ത് കേക്ക്, ഭൂകമ്പങ്ങൾ പോലെയുള്ള ദുരന്തങ്ങൾ വരുന്ന സമയത്ത് ഇറ്റ് ഈസ് ദ ബിൽഡിംഗ് സ്ട്രക്ചർ വിച്ച് ബിക്കംസ് ദ കോസ് ഓഫ് ഡിസ്ട്രക്ഷൻ ആൻഡ് ഡെത്ത്. മരണത്തിൻ്റെയും തകർച്ചയുടെയും ഒക്കെ ഏറ്റവും സാധുവായ അല്ലെങ്കിൽ മൂല കാരണമായിട്ട് വരുന്നത് ഇറ്റ് ഈസ് ദ ബിൽഡിംഗ് സ്ട്രക്ചർ, കെട്ടിടങ്ങളുടെ നിർമ്മാണത്തിലുള്ള ആ രീതികളാണ്. കെട്ടിടങ്ങൾ നിർമ്മിച്ചിരിക്കുന്ന രീതികളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലുള്ള ദുരന്തങ്ങളിൽ, അതായത് സൈക്ലോൺസും സുനാമിയും എർത്ത് കേക്കും ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ദുരന്തങ്ങൾ വിതയ്ക്കാനായിട്ട് കാരണമാകുന്നത്. ശരിയായിട്ടുള്ള തരത്തിലുള്ള മാനദണ്ഡങ്ങൾ പാലിച്ച് കെട്ടിടങ്ങൾ നിർമ്മിക്കാത്തതാണ് ദുരന്തങ്ങൾക്കൊക്കെ കാരണമായിട്ട് ഇന്ന് വരുന്നത്. ഇൻ ഡെവലപ്പിംഗ് കൺട്രീസ്, നമ്മുടെ വികസ്വര രാജ്യങ്ങളിൽ, ഇന്ത്യ ഉൾപ്പെടുന്ന വികസ്വര രാജ്യങ്ങളിൽ only 30% ഓഫ് ബിൽഡിംഗ്സ് ആർ കൺസ്ട്രക്റ്റഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ദി റെഗുലേഷൻസ് ലൈഡ് ഡൗൺ ഫോർ എൻഷുറിംഗ് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി. കേവലം 30% കെട്ടിടങ്ങൾ മാത്രമേ ആർ കൺസ്ട്രക്റ്റഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ദി റെഗുലേഷൻസ് ലൈഡ് ഡൗൺ ഫോർ എൻഷുറിംഗ് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി. സേഫ്റ്റിയും സെക്യൂരിറ്റിയും സുരക്ഷിതത്വത്തെ ഉറപ്പാക്കുന്ന തരത്തിലുള്ള നിയമാവലികൾ അനുസരിച്ച് 30% കെട്ടിടങ്ങൾ മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ, നിർമ്മിക്കപ്പെട്ടിട്ടുള്ളൂ. ബാക്കി 70% കെട്ടിടങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് യാതൊരുവിധ സേഫ്റ്റി സെക്യൂരിറ്റി മെഷേഴ്സും എന്ത് ചെയ്യാതെയാണ്, അനുസരിക്കാതെയാണ് എന്നാണ് പറയുന്നത്. അതാണ് ഇതുപോലുള്ള ദുരന്തങ്ങളിൽ എർത്ത് കേക്കും സുനാമിയും അതുപോലെ സൈക്ലോൺസും ഉണ്ടാകുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ നാശം വിതയ്ക്കാനുള്ള കാരണം അതാണ്. ബിൽഡിങ്സ് ശരിയായിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യാതിരിക്കുക, ശാസ്ത്രീയമായിട്ട് നിർമ്മിക്കാതിരിക്കുക. സിമിലർലി the lack of a master plan and inferior quality of materials used for the construction are also aggravate the casualties arising out of disasters. മാത്രമല്ല, the lack of a master plan and the inferior quality of materials used for construction, the lack of a master plan, ശരിക്കൊരു പദ്ധതി ഇല്ലായ്മയും the inferior quality of materials used for construction, നിർമ്മിക്കാൻ വേണ്ടി, അതായത് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന വസ്തുക്കളുടെ ഗുണനിലവാരമില്ലായ്മയും ഓൾസോ അഗ്രവേറ്റ് ദ കാഷ്വാലിറ്റീസ് അറൈറ്റിംഗ് ഔട്ട് ഓഫ് ഡിസാസ്റ്റേഴ്സ്. ഇത്തരം ഡിസാസ്റ്ററുകളെ ഉണ്ടാക്കുന്നതിൽ കൂടുതൽ എന്ത് ചെയ്യുന്നുണ്ട്, പങ്ക് വഹിക്കുന്നുണ്ട്. അതായത് ഇത്തരം ഡിസാസ്റ്ററുകൾ ഉണ്ടാവാനായിട്ടുള്ള കാരണം ഇതൊക്കെ കൂടിയാണ്. എന്തൊക്കെയാണ്? ഈ മാസ്റ്റർ പ്ലാൻ ഇല്ലായ്മയും അതുപോലെ തന്നെ നല്ല ഗുണനിലവാരമുള്ള നിർമ്മാണ സാമഗ്രികൾ ഉപയോഗിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താത്തതും. Therefore, both private and public buildings should be constructed according to the guidelines prescribed by law. അതുകൊണ്ട് തന്നെ പ്രൈവറ്റ് ആയിട്ടുള്ളതും ഗവൺമെൻറ് ആയിട്ടുള്ളതുമായിട്ടുള്ള കെട്ടിടങ്ങൾ നിർമ്മിക്കുന്ന സമയത്ത് ഷുഡ് ബി കൺസ്ട്രക്റ്റഡ് അക്കോർഡിംഗ് ടു ദ ഗൈഡ് ലൈൻസ് പ്രിസ്ക്രൈബ്ഡ് ബൈ ലോ. നിയമപരമായിട്ട് അനുശാസിക്കുന്ന, ശരിക്കും പറഞ്ഞാൽ നിയമം അനുശാസിക്കുന്ന തരത്തിലുള്ള ഗൈഡ് ലൈൻസ് അഥവാ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രമേ കെട്ടിടങ്ങൾ എന്ത് ചെയ്യാവൂ, നിർമ്മിക്കാവൂ. മോറോവർ, ഇതിലുപരി കൺസ്ട്രക്ഷൻസ് ഷുഡ് സ്ട്രിക്ട്ലി അഡ്ഹിയർ ടു ദ മാസ്റ്റർ പ്ലാൻ അപ്രൂവ്ഡ് ബൈ ദി അതോറിറ്റീസ്, അതായത് അധികാരികൾ അംഗീകരിക്കുന്ന രൂപരേഖ അനുസരിച്ച് മാത്രമേ കെട്ടിടങ്ങൾ നിർമ്മിക്കാനായിട്ട് എന്ത് ചെയ്യാവൂ, അനുവാദം കൊടുക്കാവൂ. എബവ് ഓൾ, ഗുഡ് ക്വാളിറ്റി മെറ്റീരിയൽസ് ഷുഡ് ബി യൂസ്ഡ് ഫോർ കൺസ്ട്രക്ഷൻ. എല്ലാത്തിലും ഉപരി നല്ല ഗുണനിലവാരമുള്ള വസ്തുക്കൾ മാത്രമേ നിർമ്മാണത്തിനായിട്ട് എന്ത് ചെയ്യാവൂ, ഉപയോഗിക്കാവൂ. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് അത്തരത്തിലുള്ള ഡിസ്ട്രക്ഷൻസിനെ എന്ത് ചെയ്യാൻ സാധിക്കും, ചെറുക്കാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ ഡിസാസ്റ്റേഴ്സ് ഉണ്ടാകുന്ന സമയത്ത് ഡിസ്ട്രക്ഷൻസിൻ്റെ അളവിനെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, കുറയ്ക്കാനായിട്ട് സാധിക്കും. ദ UNDAC, United Nations Disaster Assessment and Coordination, along with the Government of India, has jointly prepared an action plan for cities and towns vulnerable to earthquakes. ഭൂമികുലുക്ക സാധ്യതയുള്ള ഇന്ത്യൻ നഗരങ്ങളിൽ, സിറ്റീസ് വൾണറബിൾ ടു earthquakes, അവിടെ നടപ്പിലാക്കുന്നതിന് വേണ്ടി ഇന്ത്യ ഗവൺമെൻറ്റും അതുപോലെ തന്നെ UNDAC, അതായത് യുണൈറ്റഡ് നേഷൻസ് ഡിസാസ്റ്റർ അസസ്മെൻറ്റ് ആൻഡ് കോർഡിനേഷനും ചേർന്ന് ഒരു കർമ്മ പദ്ധതി എന്ത് ചെയ്തിട്ടുണ്ട്, വിഭാവന ചെയ്തു വെച്ചിട്ടുണ്ട്. ഇൻ വൾണറബിൾ ഏരിയാസ്, ഇതുപോലുള്ള വൾണറബിൾ ആയിട്ടുള്ള, അതായത് ഭൂകമ്പ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ the existing buildings should be technically assessed and individual owners and housing authorities should be informed about the weakness in their construction. അങ്ങനെയുള്ള പ്രദേശങ്ങളിൽ എന്ത് ചെയ്യണം, വിദഗ്ധ സമിതി യഥാസമയത്ത് അത് പരിശോധിക്കുകയും കെട്ടിടത്തിൻ്റെ ഉടമയെ അല്ലെങ്കിൽ വില്ലകളുടെയും മറ്റു ഉടമസ്ഥ അവകാശമുള്ളവരെയൊക്കെ ഈ നിർമ്മിതിയുടെ ബലക്ഷയത്തെക്കുറിച്ച്, അതായത് കെട്ടിടത്തിൻ്റെ ബലക്ഷയത്തെക്കുറിച്ച്, വീക്ക്നെസ്സിനെ കുറിച്ച് യഥാസമയം അറിയിക്കുകയും വേണം.
Presently, it is estimated that around 1 million buildings are constructed every year in India and an equal number of them gets damaged as a result of disasters. എന്താണ് പറയുന്നത്? ഒരു വർഷം ഏകദേശം 10 ലക്ഷത്തോളം കെട്ടിടങ്ങൾ ഇന്ത്യയിൽ നിർമ്മിക്കപ്പെടുന്നുണ്ട്. മാത്രമല്ല അത്ര തന്നെ കെട്ടിടങ്ങൾ ദുരന്തങ്ങളിൽ തകർന്നടിയുന്നുമുണ്ട് എന്നാണ് കണക്കുകൾ എന്ത് ചെയ്യുന്നത് സൂചിപ്പിക്കുന്നത്. 1 million buildings are constructed every year in India and equal number of them gets damaged as a result of disasters. In order to reduce the damage to buildings, a monitoring mechanism should be set up in disaster-prone areas, which must act in proper coordination with the concerned authorities to ensure the fulfillment of building codes. So, ഇങ്ങനെ ദുരന്ത സാധ്യതാ മേഖലകളിൽ കെട്ടിടങ്ങൾക്കും മറ്റും ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു മേൽനോട്ട സമിതി രൂപീകരിക്കുകയും അതുപോലെ തന്നെ നിർമ്മാണ ചട്ടങ്ങൾ കൃത്യമായി പാലിക്കപ്പെടുന്നു എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ബന്ധപ്പെട്ട അതോറിറ്റീസുമായിട്ട്, അതായത് അധികാരികളുമായിട്ട് സമിതി നിരന്തരം ബന്ധപ്പെട്ടിരിക്കുകയും വേണം എന്നുള്ള ഒരു ഗൈഡ് ലൈൻ കൂടി അവരെന്ത് ചെയ്യുന്നുണ്ട്, മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് അതൊക്കെ ചെയ്യുന്നത്? ഇൻ ഓർഡർ ടു റെഡ്യൂസ് ദ ഡാമേജ് ടു ബിൽഡിങ്സ്. ഇതുപോലുള്ള ദുരന്തങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഈ ഡാമേജസ് എന്ത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ്. In the case of disaster management, the state governments play a major role while the central government only plays a facilitating role. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, അതായത് ദുരന്ത നിവാരണം എന്ന് പറയുന്ന ഒരു സംഗതി എടുക്കുന്ന സമയത്ത് സെൻട്രൽ ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറ്റിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ നടപ്പിലാക്കാൻ സാധിക്കുന്നത് ആർക്കാണ്? നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന്, അതായത് സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കാണ്. അറ്റ് ദ സ്റ്റേറ്റ് ലെവൽ there is a state level disaster management committee consisting of the senior secretaries of various departments and the representative of NGOs. എന്താണ് പറയുന്നത്? വിവിധ വകുപ്പുകളുടെ സെക്രട്ടറിമാരും NGO പ്രതിനിധികളും ഒക്കെ ഉൾപ്പെടുന്ന ഒരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് കമ്മിറ്റി, ഒരു ദുരന്ത നിവാരണ കമ്മിറ്റി ഓരോ സംസ്ഥാനത്തും എന്ത് ചെയ്യുന്നുണ്ട്, പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് എന്ത് ചെയ്യുന്നത് പറയുന്നത്. അറ്റ് ദ നാഷണൽ ലെവൽ, ഇനി സംസ്ഥാന ലെവലിൽ നിന്ന് നാഷണൽ ലെവലിലേക്ക് പോയി കഴിഞ്ഞാൽ ദർ ഈസ് എ ക്രൈസിസ് മാനേജ്മെൻറ്റ് കമ്മിറ്റി ഹെഡഡ് ബൈ ദി ക്യാബിനറ്റ് സെക്രട്ടറി ആൻഡ് ദി സെക്രട്ടറീസ് ഫ്രം മേജർ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഓഫ് ദി ഗവൺമെൻറ്. ഇനി കേന്ദ്രത്തിലാണെങ്കിൽ, അതായത് കേന്ദ്രത്തിലുള്ള പ്രവർത്തനം എങ്ങനെയാണെന്നാണ് പറയുന്നത്. ക്യാബിനറ്റ് സെക്രട്ടറിയും അതുപോലെ വിവിധ വകുപ്പുകളുടെ സെക്രട്ടറിമാരും ഉൾപ്പെടുന്ന ഒരു ക്രൈസിസ് മാനേജ്മെൻറ്റ് കമ്മിറ്റിയാണ് കേന്ദ്ര തലത്തിൽ എന്ത് ചെയ്യുന്നത്, പ്രവർത്തിക്കുന്നത്. The central government, with proper coordination with various ministries, provides necessary support to the states, which includes defense services like airdropping, rescuing, searching, transport of relief goods, etc., and availability of rail and ferry services, health personnel and medical support. The central government, നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് എന്താ ചെയ്യുന്നത്? വിത്ത് പ്രോപ്പർ കോർഡിനേഷൻ വിത്ത് വേരിയസ് മിനിസ്ട്രീസ്, മറ്റ് സർക്കാർ വകുപ്പുകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് നൽകുന്നു നെസസറി സപ്പോർട്ട് ടു ദി സ്റ്റേറ്റ്സ്, സംസ്ഥാനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സപ്പോർട്ട് എന്ത് ചെയ്യും, നൽകും. വിച്ച് ഇൻക്ലൂഡ്സ്, അതിൽ എന്തൊക്കെ വരും? ഡിഫൻസ് സർവീസസ് ലൈക്ക് എയർ ഡ്രോപ്പിംഗ്, അതായത് വിമാനത്തിൽ നിന്നും ഭക്ഷണങ്ങളൊക്കെ എന്ത് ചെയ്ത് കൊടുക്കൽ, ഇട്ട് കൊടുക്കൽ. അതുപോലെ റെസ്ക്യൂയിങ്, എന്ത് ചെയ്യൽ, രക്ഷപ്പെടുത്തൽ. സെർച്ചിങ്, അതായത് തിരച്ചിൽ നടത്തൽ. ട്രാൻസ്പോർട്ട് ഓഫ് റിലീഫ് ഗുഡ്സ്, ആവശ്യമായിട്ടുള്ള വസ്തുവകകൾ എത്തിച്ചു കൊടുക്കൽ. ആൻഡ് അവൈലബിലിറ്റി ഓഫ് റെയിൽ ആൻഡ് ഫെറി സർവീസസ്, എന്തിൻ്റെ അവൈലബിലിറ്റി, എന്തിൻ്റെ സാന്നിധ്യത്തെ ഉറപ്പാക്കൽ? റെയിലിൻ്റെ, അതായത് ട്രെയിൻ സർവീസിൻ്റെ, അതുപോലെ ഫെറി സർവീസ്, അതുപോലെ കടത്ത്, ജലഗതാഗതം വഴിയുള്ള ഗതാഗത സംവിധാനങ്ങൾ ഉറപ്പുവരുത്തലും. ഹെൽത്ത് പേഴ്സണൽ ആൻഡ് മെഡിക്കൽ സപ്പോർട്ട്, അതുപോലെ തന്നെ ഹെൽത്ത് പേഴ്സണൽ, അതായത് ആരോഗ്യ പ്രവർത്തകരെയും ഒക്കെ എത്തിച്ചു കൊടുക്കുകയും ആൻഡ് മെഡിക്കൽ സപ്പോർട്ട്, ആരോഗ്യപരമായിട്ടുള്ള അല്ലെങ്കിൽ ആരോഗ്യ പ്രവർത്തന സംബന്ധിയായിട്ടുള്ള വസ്തുവകളൊക്കെ എത്തിച്ചു കൊടുക്കലുമൊക്കെയാണ് കേന്ദ്ര സർക്കാർ എന്ത് ചെയ്യുന്നത്. റീഹാബിലിറ്റേഷൻ ഈസ് എൻ ഇൻ്റഗ്രൽ പാർട്ട് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്. റീഹാബിലിറ്റേഷൻ, അതായത് പുനരധിവാസം എന്ന് പറയുന്നത് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുടെ അവിഭാജ്യമായിട്ടുള്ളൊരു ഘടകമാണ്, ഒരു ഇൻ്റഗ്രൽ പാർട്ടാണ്, ഒരു ഒഴിവാക്കാനാകാത്ത ഒരു ഭാഗമാണ്. സിൻസ് ഡിസാസ്റ്റേഴ്സ് ആർ നോൺ റൊട്ടീൻ ഈവൻറ്റ്സ്, they require non-routine responses for effective management and rehabilitation. Since disasters are non-routine events, ഈ ഡിസാസ്റ്റർ എന്ന് പറയുന്ന സംവിധാനങ്ങൾ നോൺ റൊട്ടീൻ ആയിട്ടുള്ള ഈവൻറ്റ്സ് ആയതുകൊണ്ട്, അതായത് ആകസ്മികമായിട്ട് സംഭവിക്കുന്ന ഒന്നായതുകൊണ്ട്, സ്ഥിരമായിട്ട് സംഭവിക്കാത്ത ഒന്നായതുകൊണ്ട്, they require non-routine responses, അവയും അത്തരത്തിലുള്ള ഒരു
റെസ്പോൺസാണ്, അതായത് ഒരു പ്രതികരണമായിരിക്കണം നമ്മുടെ ഭാഗത്തു നിന്നും എന്ത് ചെയ്യേണ്ടത്, ഉണ്ടാവേണ്ടത്. അപ്പോൾ നോൺ റൊട്ടീൻ ആയിട്ടുള്ളൊരു ഈവൻ്റ് ആയതുകൊണ്ട് തന്നെ അതിന് നോൺ റൊട്ടീൻ ആയിട്ടുള്ളൊരു റെസ്പോൺസ് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, കൊടുക്കണമെന്നാണ് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ട്? ഫോർ ഇഫക്റ്റീവ് മാനേജ്മെൻറ്റ് ആൻഡ് റീഹാബിലിറ്റേഷൻ. ശരിയായിട്ടുള്ള തരത്തിൽ ആ ദുരന്തത്തെ നിവാരണം ചെയ്യുന്നതിനും ആൻഡ് റീഹാബിലിറ്റേഷൻ, ആ ദുരന്തങ്ങൾ കൊണ്ടുണ്ടായിട്ടുള്ള പ്രത്യാഘാതങ്ങളെ റീഹാബിലിറ്റേറ്റ് ചെയ്യുന്നതിനും, അതായത് പുനരധിവാസം നടത്തുന്നതിന് വേണ്ടിയിട്ട് ഈ ഡിസാസ്റ്റേഴ്സിനെ നമ്മൾ ഫേസ് ചെയ്യേണ്ടതും നോൺ റൊട്ടീൻ ആയിട്ടുള്ളൊരു രീതിയിൽ ആയിരിക്കണം. സമയവും കാലവും നോക്കി ആയിരിക്കില്ല എന്തുണ്ടാകുന്നത്, ഈ ഒരു ദുരന്തങ്ങൾ എന്ത് ചെയ്യുന്നത്, സംഭവിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു റെസ്പോൺസ് ആയിരിക്കണം നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാവേണ്ടത് എന്നുള്ളതാണ് പറയുന്നത്. ദിസ് മീൻസ് ദാറ്റ് ദ ഗവൺമെൻറ് കനോട്ട് റിലൈ ഓൺ നോർമൽ പ്രൊസീജിയേഴ്സ് ടു ഇംപ്ലിമെൻറ്റ് അപ്രോപ്രിയേറ്റ് റെസ്പോൺസസ്. ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് നോർമൽ പ്രൊസീജിയേഴ്സ്, അതായത് സാധാരണ നടപടിക്രമങ്ങളെ മാത്രം ആശ്രയിച്ചുകൊണ്ട് സർക്കാരിന് കൃത്യമായ ദുരിതാശ്വാസം ലഭ്യമാക്കാൻ കഴിയില്ല എന്നുള്ളതാണ് സത്യമായിട്ടുള്ള കാര്യം. നോർമൽ പ്രൊസീജിയേഴ്സിൽ നിന്ന് മാറി നമ്മൾ ആ ദുരന്തം എന്താണോ സംഭവിച്ചിരിക്കുന്നത് അതിനനുസരിച്ചുള്ള പ്രൊസീജിയേഴ്സ് നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ടിരിക്കുന്നു, അഡാപ്റ്റ് ചെയ്യേണ്ടതായിട്ടിരിക്കുന്നു എന്നാണ് എന്ത് ചെയ്യുന്നത്, പറയുന്നത്. There should be proper coordination among the various departments of the government to bring speedy relief to the victim. There should be proper coordination among the various departments. അതായത് നമ്മുടെ സർക്കാരുകളുടെ വിവിധ വകുപ്പുകളുമായിട്ടൊരു കോർഡിനേഷൻ, ഒരു കൂട്ടായ പ്രവർത്തനം എന്ത് ചെയ്യണം, ഉണ്ടാവണം. എന്തിനു വേണ്ടിയിട്ടാണ്? ടു ബ്രിങ് സ്പീഡി റിലീഫ് ടു ദി വിക്ടിം. അതായത് ഇരയാക്കപ്പെട്ടവരെ അല്ലെങ്കിൽ ഇരയാക്കപ്പെട്ട പ്രദേശങ്ങളേക്ക് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, റിലീഫിലേക്ക്, അതായത് നിവാരണത്തിലേക്ക് മടക്കി കൊണ്ടുവരുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അവരുടെയൊക്കെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടി സർക്കാരുകളുടെ എല്ലാ വകുപ്പുകളും തമ്മിൽ എന്ത് ചെയ്യണം, ഒരു കോർഡിനേഷൻ ഉണ്ടാവണമെന്നാണ് എന്ത് ചെയ്യുന്നത്, പറയുന്നു. മോർ അവർ കൂടാതെ ദ റെസ്ക്യൂ ടീംസ് റിക്വയർ ദ ലേണിംഗ് ഓഫ് സ്പെഷ്യൽ സ്കിൽസ് ആൻഡ് ആറ്റിറ്റ്യൂഡ്സ് ഇൻ ഡീലിംഗ് വിത്ത് ഡിസാസ്റ്റേഴ്സ്. ഈ റെസ്ക്യൂ ടീംസ്, അതായത് ദുരന്ത നിവാരണത്തിന് വേണ്ടി തയ്യാറാകുന്ന ദുരന്ത നിവാരണ പ്രവർത്തകരുണ്ടല്ലോ, റിക്വയർ ദ ലേണിംഗ് ഓഫ് സ്പെഷ്യൽ സ്കിൽസ്, അവർക്ക് പ്രത്യേക തരത്തിലുള്ള സ്കിൽസ് ഒക്കെ ലേൺ ചെയ്ത് വെക്കണമെന്നാണ് എന്ത് ചെയ്യുന്നത്, പറയുന്നത്. അതായത് ഈ ദുരന്ത നിവാരണത്തിന് പ്രവർത്തനങ്ങൾക്ക് ഇറങ്ങുന്ന രക്ഷാപ്രവർത്തകർക്ക് ദുരന്ത നിവാരണത്തിന് ആവശ്യമായിട്ടുള്ള പരിശീലനവും മറ്റുമൊക്കെ എന്ത് ചെയ്തിരിക്കണം, നൽകിയിരിക്കണം. സ്പെഷ്യൽ സ്കിൽസൊക്കെ അവർക്ക് എന്ത് ചെയ്തിരിക്കണം, നൽകിയിരിക്കണം. ആൻഡ് ആറ്റിറ്റ്യൂഡ്സ് ഇൻ ഡീലിംഗ് വിത്ത് ഡിസാസ്റ്റേഴ്സ്, ഈ ദുരന്തങ്ങളെയൊക്കെ അഭിമുഖീകരിക്കാനായിട്ടുള്ള ഒരു മനഃശക്തിയും ഒക്കെ നൽകുന്ന തരത്തിലുള്ള ഒരു ട്രെയിനിങ് അവർക്ക് എന്ത് ചെയ്തിരിക്കണം, നൽകിയിരിക്കണം എന്നാണ് പറയുന്നത്. അഡീഷണലി ദേ നീഡ് ടു ബി വെൽ എക്യുപ്ഡ് വിത്ത് ദി ലേറ്റസ്റ്റ് ടെക്നോളജീസ്. മാത്രമല്ല അവർക്ക് ഏറ്റവും നൂതനമായിട്ടുള്ള സാങ്കേതിക വിദ്യകൾ എന്ത് ചെയ്തിരിക്കണം, ലഭ്യമാക്കിയിരിക്കണം. എന്തുമായിട്ട് ബന്ധപ്പെട്ട്? ദുരന്ത നിവാരണവുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ഇത്രയൊക്കെ ആണ് എങ്കിൽ ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു പരിധിവരെയൊക്കെ ദുരന്തത്തെ വളരെ ടാക്റ്റിക്കലായിട്ട് എന്ത് ചെയ്യാൻ സാധിക്കും, മറികടക്കാനായിട്ട് സാധിക്കും എന്നാണ് എന്ത് ചെയ്യുന്നത്, പറയുന്നത്. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഹാസ് അസ്യൂംഡ് ഗ്രേറ്റർ ഇമ്പോർട്ടൻസ് ഇൻ റീസെൻറ്റ് ടൈംസ്. അടുത്ത കാലത്തായി ദുരന്ത നിവാരണത്തിന് മുമ്പത്തേക്കാൾ വലിയ പ്രാധാന്യം എന്ത് ചെയ്തിട്ടുണ്ട്, കൈവന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ദ ഹോൾ പർപ്പസ് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഈസ് നോട്ട് ടു പ്രിവെൻറ്റ് ദീസ് നാച്ചുറൽ ഓർ മാൻമെയ്ഡ് ഡിസാസ്റ്റേഴ്സ്. ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ഈസ് നോട്ട് ടു പ്രിവെൻറ്റ് ദീസ് നാച്ചുറൽ ഓർ മാൻമെയ്ഡ് ഡിസാസ്റ്റേഴ്സ്. നാച്ചുറൽ ആയിട്ടുള്ള, പ്രകൃതിയാലായിട്ടുള്ളതോ അല്ലെങ്കിൽ മാൻമെയ്ഡ്, മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഈ ദുരന്തങ്ങളെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യുക, അതല്ലെങ്കിൽ എന്നേക്കുമായിട്ട് എന്ത് ചെയ്യുക, നിർത്തുക എന്നുള്ളതല്ല, പിടിച്ചു നിർത്തുക എന്നുള്ളതല്ല എന്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അത് തീർത്തും അസാധ്യമായിട്ടുള്ളൊരു കാര്യമാണ്. വി മെ നോട്ട് ബി ഏബിൾ ടു അവോയ്ഡ് മെനി ഓഫ് ദീസ് ഡിസാസ്റ്റേഴ്സ്. ഇത്തരത്തിലുള്ള ഡിസാസ്റ്ററുകൾ മിക്കതും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല, ഒഴിവാക്കാൻ സാധിക്കാത്തതാണ്, നമുക്ക് തടഞ്ഞു നിർത്താനായിട്ട് എന്ത് ചെയ്യാത്തതാണ്, സാധിക്കാത്തതാണ്. പക്ഷേ വി ക്യാൻ ഡെഫിനറ്റ്ലി മിറ്റിഗേറ്റ് ദെയർ ഇമ്പാക്റ്റ്. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നാണ് പറയുന്നത്, അതിൻ്റെ ഇമ്പാക്റ്റിനെ, അതിൻ്റെ പരിണിത ഫലത്തെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, കുറയ്ക്കാനായിട്ട് സാധിക്കും. ഇങ്ങനെ പരിണിത ഫലത്തെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് തന്നെയാണ് തീർച്ചയായിട്ടും എന്ത് നടപ്പിലാക്കിയിട്ടുള്ളത്, ഇവിടെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സിസ്റ്റംസ് ഇവിടെ എന്ത് ചെയ്തിട്ടുള്ളത്, എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഡിസാസ്റ്ററുകളെ ഇല്ലായ്മ ചെയ്യുകയല്ല, മറിച്ച് ഡിസാസ്റ്ററുകളെ തുടർന്നുണ്ടാകുന്ന അതിൻ്റെ കോൺസിക്വൻസ്, അതായത് പരിണിത ഫലങ്ങളെ പരമാവധി എന്ത് ചെയ്യുക, അമർച്ച ചെയ്യുക അല്ലെങ്കിൽ കുറയ്ക്കുക എന്നുള്ളത് തന്നെയാണ്. താങ്ക് യു.